Hello. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുകയാണ്, ഞാൻ കുറച്ച് മുന്നേ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ, ഒരു ചെമ്മീൻ തവ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല അതിൽ, എങ്കിലും അത് അറിയാത്തവർക്ക് അത് ഒന്ന് എന്താ പറയുക, അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ആ വീഡിയോ കാണാത്തവർ അതൊന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിലേക്ക് കയറുവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരുന്നത് പൂരിയാണ്. അപ്പോൾ പൂരി എന്ന് പറയുമ്പോഴത്തേനും ഇതാ ഒരു 3 പൂരി എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ റെസിപ്പി വീഡിയോസ് ചെയ്യുമ്പോഴത്തേനും ഏറ്റവും ഈസി ടു ഡിഫിക്കൾട്ട് എന്നുള്ള രീതിയിൽ ഏറ്റവും ഇനിഷ്യലി നമ്മൾ കുക്കിംഗ് ഫീൽഡിലേക്ക് കയറുമ്പോൾ ഏറ്റവും ഇനിഷ്യലി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് മാത്രമാണ് ഞാനിപ്പം ഇട്ട് തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ പഴംപൊരി ആണെങ്കിലും ഈന്തപ്പഴം പൊരിച്ചതാണെങ്കിലും അങ്ങനെയുള്ള, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ എൻ്റെ റെസിപ്പി വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും മുട്ട റോസ്റ്റും ചൂട് ചായയുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ നിങ്ങൾ കണ്ടല്ലോ, ഫ്രൂട്ടായിട്ട് ഞാൻ കുറച്ച് ഗ്രേപ്സ് എടുത്ത് കഴിച്ചു. അതിനുശേഷം ഞാൻ ഇന്നിട്ടിരിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത്, എൻ്റെ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് വാട്ട് ഐ ഈറ്റ് ഇൻ എയുടെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഷോർട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻ്റെ ചെമ്മീൻ തവ റോസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ അതിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ചെമ്മീൻ ചെറിയ ഉള്ളി റോസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ചെറിയ ഉള്ളി മാത്രം ചേർത്തിട്ട് ഒരു സാധാരണ രീതിയിൽ ഒരു തവ ഫ്രൈ ആണ്. ഇതിലേക്ക് സവോളയോ അതുപോലെ ജിഞ്ചറോ ഗാർലിക്കോ അങ്ങനെയുള്ള ക്രഷ്ഡ് ചില്ലിയോ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് കുറച്ച് ചെമ്മീനുണ്ടെങ്കിൽ നമ്മൾ ചിക്കനും ഫിഷിനും ഒക്കെ മാരിനേറ്റ് ചെയ്യുന്ന ആ ഒരു മാരിനേഷനൊക്കെ കൊടുത്തിട്ട് വളരെ ഈസി ആയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചെറിയ ഉള്ളിൽ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഈ ഒരു പ്രോൺസ് തവ ഫ്രൈ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ നമ്മുടെ ലഞ്ചിൻ്റെ ചെറിയൊരു കുക്കിംഗ് വിശേഷമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി കാണുന്നവർക്ക് ഇത് ചെറിയൊരു റിപ്പീറ്റേഷനായിട്ട് തോന്നും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 കണ്ടൻറ്റ് പോലെയാണ് ചെയ്യുന്നത്. ഒന്ന് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും, ഒന്ന് റെസിപ്പി വീഡിയോസ്, ഈസി ആയിട്ടുള്ള റെസിപ്പി വീഡിയോസുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന റെസിപ്പീസ്, അതായത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റെസിപ്പീസ് എന്ന് പറയുന്നത് എന്താണേലും എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ആ കുക്ക് ചെയ്യുന്ന ആ ഒരു ഐറ്റം ആയിരിക്കുമല്ലോ ഞാൻ കഴിക്കുന്നതും എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും. അപ്പോൾ ചെറിയൊരു റിപ്പീറ്റേഷൻ പോലെ നിങ്ങൾക്ക് തോന്നാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണേലും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കറിവേപ്പില തണ്ടൊക്കെ വെച്ചിട്ട് ഒരു തമ്പനെയിലിന് വേണ്ടിയിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തതാണ്. അപ്പോൾ വളരെ കുറച്ച് ഫോട്ടോസ്, അതാണ് ഞാനിതും ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചുകൊണ്ട്, പിന്നെ അതിനുശേഷം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാനിതാ ഒരു ചെമ്മീൻ റോസ്റ്റ് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇതിൽ ചേർത്തിരിക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്നും ഇതിൽ ചേർത്തിരിക്കുന്ന എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റെ ആ ഒരു വീഡിയോ ചെന്ന് കാണണം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ലഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് കയറുകയാണ്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റിൽ കുറച്ച് എണ്ണ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ പപ്പടം ഇന്ന് പുതിയതായിട്ട് പൊരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പൊരിച്ച ഒരു 2 പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വൻപയർ തോരൻ, പിന്നെ പരിപ്പ് കറിയും. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻപരമായിട്ടുള്ള കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ എന്താണേലും ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് എടുത്ത് വെക്കുകയും ചെയ്തു, നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നെ പരിപ്പ് കറി എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം വെച്ചപ്പോൾ എക്സ്ട്രാ കുറച്ചുണ്ടായിരുന്നത് ഇന്നും കൂടെ എടുത്ത് കൂട്ടുകയാണ്.
അപ്പോൾ വൻപയർ തോരനും നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചതിൽ നിന്ന് എക്സ്ട്രാ കുറച്ചുണ്ടായിരുന്നു, അതെടുത്ത് കൂട്ടുകയാണ്. പിന്നെ ഇതാ പപ്പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പപ്പടമൊന്നും വേണ്ട. അപ്പോൾ കഴിഞ്ഞ ദിവസം പൊരിച്ച ഒരു 2 പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എല്ലാ നേരവും കിച്ചണിൽ തന്നെ അല്ല, എല്ലാ ദിവസവും ഹെവി കുക്കിംഗ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുകയില്ല. കാരണം ഞാൻ ഒരു നേരം നല്ല ആസ്വദിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നേരം ഞാൻ ബ്രേക്ക് എടുക്കും. അല്ലാതെ ഇപ്പോൾ രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ലഞ്ചിൻ്റെ ടൈമിൽ ബ്രേക്ക് എടുക്കും. ലഞ്ച് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന സമയമാണെങ്കിൽ ഡിന്നറിനോ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോ നമ്മളൊരു ബ്രേക്ക് എടുക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പാഷനാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോബിയാണ്. അത് 4 നേരം കിച്ചണിൽ കിടന്നിട്ട് കളയുമ്പോഴത്തേനും നമുക്ക് അതെന്ന് പറയുന്ന ഒരു ബർഡനായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു എൻജോയ് ചെയ്തിട്ട് ഉള്ള രീതിയിൽ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും എന്താ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ചൂട് ചോറ്, നല്ല പരിപ്പ് കറി, വൻപയർ തോരന്, പപ്പടം, അതുപോലെ തന്നെ പ്രോൺസ് റോസ്റ്റ്, അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഊണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു, അതെടുത്ത് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഇക്ക ഉണ്ടാവാറില്ല. പിന്നെ മക്കൾക്ക് പാലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൊടുക്കാറ്. അപ്പോൾ എന്നും കൂടുതൽ ദിവസങ്ങളിലും ഇപ്പോൾ ഒരേ ഒരു ഗ്ലാസ് ചായയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാഡ് ഹാബിറ്റാണെന്ന് എനിക്കറിയാം, 2 നേരം ഞാൻ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ തേയിലയുടെ ഉപയോഗം ഒരുപാട് നമുക്ക് നല്ലതല്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ച് ഒരു നേരം ചായ ആക്കണം എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എത്തുകയാണ്. എന്തായാലും ഇപ്പോൾ 2 നേരം ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഐറ്റംസും എൻ്റെ സ്നാക്കും എൻ്റെ ടീയും എല്ലാം ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് വിട്ടൊന്നും വന്നില്ല, എനിക്കൊരു ഷവർമ കഴിക്കാൻ തോന്നി. ഞാനിപ്പോൾ ഷവർമ ഹോം ഡെലിവറി ചെയ്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷവർമയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാനങ്ങനെ അത്ര വലിയ ഷവർമ ലവറൊന്നും അല്ല, പക്ഷേ കടയുടെ ഷോപ്പിൻ്റെ പേരൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തെങ്ങാണ്ടോ ഉണ്ട്, കടയുടെ പേരും അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇനി ഞാനത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷവർമയും അതുപോലെ തന്നെ മിൽക്ക് റസ്ക്കുമാണ്, പിന്നെ 1 കപ്പ് ചൂട് ചായയും. എൻ്റെ ഇപ്പോഴത്തെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ ഒരു മിൽക്ക് റസ്ക്. നല്ല ചൂട് റസ്ക് അല്ല, നമ്മുടെ റസ്ക്, നല്ല മിൽക്ക് റസ്ക് നല്ല ചൂട് ചായയിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണ അറിയാതെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഷവർമയുടെ ഹാഫ് പോർഷൻ കഴിച്ചു, ബാക്കി ഹാഫും കൂടി ഇനി ഷവർമ അകത്താക്കണം. അത്രയാണ് സംഭവം. ഇനിയിപ്പോൾ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നതും നമ്മൾക്ക് കഴിഞ്ഞ ദിവസം പത്തിരി നമ്മൾ പരത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇരുന്നു. അപ്പോൾ അതൊന്ന് ചൂടോട് കൂടിയിട്ട് കുറച്ച് പത്തിരി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ രാത്രിത്തേന് വലിയ കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ ചെറിയ രീതിയിലുള്ള കുക്കിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഉണ്ടായിരുന്നില്ല. രാത്രിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ രാത്രി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പത്തിരി ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് കാസ്ട്രോളിലേക്ക് അടച്ചടച്ച് മാറ്റി. പിന്നെ കുറച്ച് ചിക്കൻ കറിയും റെഡിയാക്കിയത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 പത്തിരിയും കുറച്ച് ചിക്കൻ കറിയും വളരെ കുറച്ച് തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട്, ഇതാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നറും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.